രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഒരുപക്ഷെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതി എന്ന് പറയുന്നത് 70 വയസ്സായ വയോധികർക്ക് രാജ്യം സൗജന്യ ചികിത്സ നൽകും അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതാണ്. അത് മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ആയതുകൊണ്ട് കേരള ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നില്ല എന്നത് നമ്മൾ പറയുമ്പോൾ ഇത്രയധികം ജനദ്രോഹമായ ഒരു പ്രവൃത്തി മറ്റൊന്നില്ല. അതായത് 70 വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന, ചികിത്സാ സഹായം കിട്ടുന്ന സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നരേന്ദ്രമോദി കൊണ്ടുവന്നത്. ആ പദ്ധതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അത് നടപ്പിലാക്കുന്നത്. പദ്ധതി വരികയും ചെയ്തു. ആ പദ്ധതിയുടെ പേരിൽ നമുക്ക് ഓൺലൈനിൽ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇവിടെ ID നമ്പർ വെച്ചിട്ട് നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡിന് നമ്മൾ വയോവന്ദന എന്ന പേരിലാണ് ആ കാർഡ് അറിയപ്പെടുന്നത്. ആ വയോവന്ദന കാർഡ് എടുത്തവർക്ക്, കയ്യിലുള്ളവർക്ക് 70 വയസ്സ് കഴിഞ്ഞ ആർക്കും അതിനകത്ത് BPL എന്നോ APL എന്നോ അല്ലെങ്കിൽ വലിയ പണക്കാരാണെന്നോ പാവപ്പെട്ടവരാണെന്നോ ഇന്ന ജാതിക്കാരനാണെന്നോ ഇന്ന മതക്കാരനാണെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഇന്ത്യൻ പൗരന്മാരായ 70 വയസ്സ് കഴിഞ്ഞ ആർക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു വളരെ മഹത്തായ ഒരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഉള്ള ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയാണ്. കാരണം ഈ വയോധികരെ ശ്രദ്ധിക്കാതെ, വയോധികരെ ചികിത്സിക്കാൻ പണമില്ലാതെ ഇങ്ങനെ തെരുവുകളിലും വയോജന കേന്ദ്രങ്ങളിലും കൊണ്ട് തള്ളുന്ന രീതി നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പലയിടത്തുമുണ്ട്, കേരളത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാത്ത ഒരു മാനുഷിക പരിഗണന കിട്ടേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് എല്ലാ 70 കഴിഞ്ഞവർക്കും, അത് ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ 70 കഴിഞ്ഞവർക്കും സൗജന്യമായി 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ നൽകും എന്ന്, അതിന് നിങ്ങൾ ഒരു കാശും മുടക്കണ്ട, ഈ പദ്ധതിയിൽ കയറി നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യാൻ മതി, വയോവന്ദന എന്ന് പറയുന്ന ആ പദ്ധതി അതിൻ്റെ കാർഡ് എടുത്താൽ മാത്രം മതി എന്നാണ്. പക്ഷേ കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ പദ്ധതി ആയതുകൊണ്ട് ഇനി എത്ര മഹത്തായതെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും കേന്ദ്രം കൊണ്ടുവന്നത് കൊണ്ട് നടപ്പിലാക്കുന്നില്ല. കേരളത്തിൽ ഒരു കേരള ഹെൽത്ത് ഏജൻസിയാണ് ഇത് നടപ്പിലാക്കേണ്ടത്. കേരള ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്ന ഇത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് നടത്തുന്ന കാസ്പ് എന്ന് പറയുന്ന ഒരു സർക്കാർ ഏജൻസിയുണ്ട്. ആ ഏജൻസിയാണ് ഈ പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കേന്ദ്രത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടത്തേണ്ടത്. അതിൻ്റെ പേര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതാണ് ഈ അതിലൂടെയാണ് നമ്മൾ വയോവന്ദന എന്ന് പറയുന്ന കാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ ഒരു സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ഈ വയോവന്ദന കാർഡുള്ള ആരെങ്കിലും ചെന്നിട്ട് കേന്ദ്രത്തിൻ്റെ വയോവന്ദന കാർഡ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഓൺലൈനിൽ കിട്ടിയ കാർഡ് കൊണ്ടുവന്ന് കാണിച്ചാൽ ഒരൊറ്റ സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളോ അത് എടുക്കുന്നില്ല. കാരണം കേരള ഗവൺമെൻറ് അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കേരള ഗവൺമെൻറ് ഏറ്റവും വലിയ ജനദ്രോഹ പരിപാടിയാണ്. ആര് കൊണ്ടുവന്നു എന്നുള്ളതല്ല, പക്ഷേ ആ പദ്ധതി എത്രയോ മഹത്തരമാണ്, എത്രയോ വലുതാണ്. ഈ 70 വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് ഒരാശ്രയമില്ലാതെ ധൈര്യമായിട്ട് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയെ സമീപിക്കാനുള്ള ഒരു മനോധൈര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ, സാധാരണ ഈ വയ്യാതെ വീട്ടിൽ കിടക്കുമ്പോൾ പല ദിവസം അസുഖം കൂടിയാലും എഴിച്ചു നടക്കാൻ പറ്റാതായാലും ഈ വയോധികർ വീട്ടുകാരോട് പറയാറില്ല. കാരണം ചിലവാണ്, മക്കൾക്ക് ചിലവാണ്, അവർക്ക് അവരുടെ ദൈനംദിന ചിലവുകൾ നടത്താൻ കഴിയാതിരിക്കുമ്പോൾ ഇനി എന്നെ വയസ്സുകാലത്ത് ആശുപത്രി എടുത്തുകൊണ്ട് പോയി ചിലവ് അഴിക്കുക, അവരിൽ കാശില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം, സഹിക്കാം, ഇവിടെ കിടന്ന് മരിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വയോധികർ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതിൻ്റെ പേര് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയുന്നത്. പക്ഷേ കേരള ഗവൺമെൻറ് എന്തുകൊണ്ടാണിത് ചെയ്യാത്തത്? എന്തുകൊണ്ടാണിത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ആരോഗ്യവകുപ്പ് സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും നൽകാത്തത്? ഇത് ഒരുതരം ദുരഭിമാനമല്ലേ ഈ സംസ്ഥാന സർക്കാരിൻ്റേത്? മാത്രമല്ല, സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി പോലും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. 6000 കോടി രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സംസ്ഥാന സർക്കാർ കുടിശ്ശികയായി കൊടുക്കാനുള്ളത്.
പാവങ്ങളായ ആൾക്കാർക്ക് ചികിത്സ നൽകുന്ന ഒരു പദ്ധതി കേരളത്തിൻ്റെ ഗവൺമെൻറ് പദ്ധതിയാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത്. ഈ കാരുണ്യ പദ്ധതിയിൽ സർക്കാർ ആശുപത്രിയിൽ ചെന്നാലോ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാലോ ചികിത്സ നൽകും, സൗജന്യമായ ചികിത്സ നൽകും. അങ്ങനെ അവർക്ക് കാരുണ്യ കാർഡുള്ളവർക്കെല്ലാം ചികിത്സ നൽകി. പക്ഷേ ഈ ചികിത്സ നൽകിയ ആശുപത്രികൾ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. 600 കോടി രൂപ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് കുടിശ്ശിക ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു പൈസയുമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഏകദേശം 6 കോടി വയോജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി നടപ്പിലാക്കാതെ ഇങ്ങനെ വച്ച് താമസിപ്പിക്കുന്നത്. കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതി ആയതുകൊണ്ട് മാത്രം വച്ച് താമസിക്കുന്നത്. ഇതിനെ കൃത്യമായിട്ടും പ്രതിഷേധിക്കേണ്ടതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ. ഇതിനെ കേരള ഗവൺമെൻറ് ദുരഭിമാനമാണെന്ന് പറയാം. പക്ഷേ ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കേരള ജനത തയ്യാറാകരുത്. ശക്തമായ പ്രതിഷേധം ഇതിനെതിരായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. മറ്റ് പലതും മൂടി വെച്ചിട്ട് ഈ തിരഞ്ഞെടുപ്പുകളിൽ പെട്ടി വിവാദവും സന്ധ്യ വിവാദവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ആരും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെട്ടിയും കിട്ടിയെ കൊണ്ടുവന്ന് ഒരു വാർത്തകൾ നിറയ്ക്കുന്നത്, തങ്ങൾ വിഷയമൊക്കെ ഇടുന്നത്. അതുകൊണ്ടാണ് എന്തായാലും ഈ ആയുഷ്മാൻ പദ്ധതി, പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിപക്ഷം പോലും ശബ്ദിക്കാത്തത്? കാരണം അതും കേന്ദ്രത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അവരും വച്ച് താമസിക്കും. ഇത് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ.